ഇത് അഭിഷേകും സാന്ദ്രയും രണ്ടുപേരും ഡിവോഴ്സിന്റെ വക്കീലാണ്. കാരണങ്ങൾ എന്താണെന്ന് അവർ തന്നെ പറയും. അതിനു മുൻപ് അഡ്വക്കേറ്റ് സുശീൽ നിന്ന് എനിക്ക് വേറെയും ഡിവോഴ്സ് കേസുകൾ കേൾക്കേണ്ടതുണ്ട്. പലർക്കും പലതും പറയാനുണ്ട്. പരിഹാരം കണ്ടെത്തുക എന്നത് ഒരു ടെൻഷൻ പിടിച്ച പണി തന്നെയാണ്. എന്നെപ്പോലെ അച്ചടക്കമുള്ള ദാമ്പത്യം നയിക്കാൻ ഇവർക്ക് എന്തേ താല്പര്യമില്ലാത്തത്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ സുന്ദരിയാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. മനസ്സിലുള്ള പ്രണയം മുഴുവനും ഞാൻ അവൾക്ക് വാരിക്കൊരു കൊടുത്തു. എന്നിട്ടും അവൾ എന്നോടിത് ചെയ്തു. കുറച്ചുകാലം ബിസിനസ് ആവശ്യത്തിനായി മാറി നിൽക്കേണ്ടി വന്നു. എന്റെ പ്രായക്കൂടുതൽ അവളുടെ ചെറുപ്പവുമായി അലിഞ്ഞു ചേരുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവൾ പോയി. അവൾക്ക് എന്നെ ബോധിച്ചെന്നാ ഞാൻ കരുതിയത്. വെറുതെ വിടില്ല, ഞാൻ കുത്തി കുടലെടുക്കും. എന്തായാലും സാർ, എന്റെ വിശ്വസ്തനായ സ്റ്റാഫ് എന്നോടത് ചെയ്തല്ലോ. അവനെ ഞാൻ വെറുതെ വിടില്ല. മോനെ, എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് വേണം. സാറേ, നാം പൂന്തുറനാക്കും വന്നെ. പേര് ഡിക്രൂസ്. അവ എന്നെ ചതിച്ചാച്ച്. ഒരു നേരം കാതന് ഫോൺ എടുക്കണല്ല. ആരുടെയാണ് കേട്ടാ ഒരു ഉത്തരവും തിരിച്ച് ചൊല്ലണാളില്ലേ. പഞ്ചകി എന്നെ കൂട്ടിയാറങ്കോ ചൊല്ലണേ. ഇനി അവളെ പിടിച്ച കിട്ടാലുമാ. പിന്നെ ഒരു ബുക്ക് എന്നോ ഇറങ്ങിയിരുന്ന കുടുംബം കലക്കണേ. என்ன ഫേസ്ബുക്ക് എന്നവോ. സാറേ, இந்த வீடு மொத்தம் திறக்கியாச்சு. இந்த புக்கை கிட்டல. പക്ഷേ യക്ക കടലിൽ ചാടി മരിച്ചനക്ക് വയ്യ. അതക്കണ്ട് യക്കന്ത ഇത് വേണം. ഡൈവോഴ്സ്. അവളെക്കുറിച്ചുള്ള എന്റെ സംശയങ്ങളൊന്നും വെറുതെ ആയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നൊരു മാസമായി. ആദ്യം തന്നെ ഞാനത് കണ്ടുപിടിച്ചു. എന്ത്? അവളുടെ വലത്തെ തുടയിൽ നഖം കൊണ്ട് മാന്തിയ പോലൊരു പാടുണ്ട്. അതുമാത്രമല്ല, കാര്യങ്ങളൊക്കെ വളരെ നടന്നത്. അപ്പൊ എന്റെ സംശയം കുറച്ചുകൂടി ഇരട്ടിച്ചു. ആ പാടെങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് അവക്കുത്തരമില്ല. എന്നോടാണ് കളി. സ്വന്തം ഭാര്യ പതിവൃതിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ സാർ? മറ്റു വഴികളില്ല. ഡിവോഴ്സ് വേണം. ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. വിവാഹം കഴിഞ്ഞ കാലം മുതൽ അവൾക്ക് അനുസരണയില്ല സാർ. പാചകം അറിയില്ല, കലാബോധമില്ല, കുടുംബം നോക്കാൻ അറിയില്ല. അനുസരണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊരാശ്വാസമായേനെ. പറഞ്ഞാൽ അനുസരിക്കുന്ന ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പുരുഷന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആക്ച്വലി ഇപ്പൊ എന്താണ് പ്രശ്നം? ഇപ്പോൾ അവൾ ഗർഭം ധരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോഴേ പ്രസവിച്ചാൽ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന അവൾ പറയുന്നത്. മാതൃത്വത്തിൻ്റെ വില അറിയാത്തോളുമായി ഇനി മുന്നോട്ട് പോകാൻ പ്രയാസമാണ് സാർ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഡിവോഴ്സ്. ഞാൻ ഷെറീന. വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവളാ ഞാൻ. എന്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഇല മേലിൽ വീണാൽ പോലും എനിക്ക് വേദനിക്കും. പക്ഷെ ഇപ്പോ ഞാൻ പീഡനങ്ങൾക്ക് നടുവിലാണ്. അയാൾ എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. വയ്യ, മടുത്തു. ഈ ദേഹോപദ്രവം എന്ന് പറയുമ്പോ അയാൾ എന്നെ എപ്പോഴും നുള്ളി വേദനിപ്പിക്കുന്നു സർ. ഇനിയും ഈ വേദന താങ്ങാനാവില്ല. ഡിവോഴ്സ്, ഡിവോഴ്സ്. എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സ്, ഡിവോഴ്സ്. ഡിവോഴ്സ് വേണം. ഡൈവോഴ്സ്. മോഹങ്ങൾ കോരിച്ചൊരിഞ്ഞാണ് അഭി എന്നെ സ്വന്തമാക്കിയത്. എനിക്ക് വേണ്ടി എല്ലാം ത്യജിക്കുമെന്ന് ഞാൻ കരുതി. അങ്ങനെയായിരുന്നല്ലോ ഭാവം. പക്ഷെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് അവന്റെ തനി നിറം പുറത്തു വന്നത്.
ഇത്രയും സ്വഭാവ ദൂഷ്യമുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭാര്യ അടിമയല്ലെന്ന് ഇയാളിനി എന്നാണാവോ പഠിക്കുക? പപ്പയാണ് ഇതിനെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഏതായാലും ഇന്ന് ഈ ബാധ ഒഴിപ്പിക്കണം. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു തീരുമാനത്തിലെത്തി കാണണം അല്ലേ? ഞാനൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുഭവാർത്ത തന്നെയാണ്. പിരിയാൻ തന്നെ തീരുമാനിച്ചു. ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ ഇതിനെ കാണുന്നു. യെസ്, ഞാനും അതെ, ഒരു ഭാഗ്യം തന്നെയാണ്. മറ്റുള്ളവർക്കുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്കില്ല. എന്നിട്ടും പിരിയുവാന്നൊക്കെ പറഞ്ഞാൽ അല്ലാതെ വേറെ മാർഗമില്ല സാർ. ഒരു ദിവസം എത്ര തവണ ഇവളെന്നെ ധിക്കരിക്കുമെന്നറിയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു ധിക്കാരമായി ഞാൻ കാണുന്നില്ല. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആഹാരം കഴിക്കുന്ന ടേബിളിൽ ചീപ്പിടരുതെന്ന്? ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു കാര്യം എത്ര തവണ പറഞ്ഞാലും തലേ കയറില്ലെന്ന് വെച്ചാ കഷ്ടം. ഒരു ചീപ്പ് എവിടെ കിടന്നു പറഞ്ഞിട്ട് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. അപ്പോ ഒരു ചീപ്പാണ് പ്രശ്നം. ഒരു ചീപ്പിന്റെ കാര്യം പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ ശ്രമിക്കണോ നീ? അതുമാത്രമല്ലല്ലോ, ഷവർ മുറുക്കി അടച്ചില്ല, നനഞ്ഞ കൈകൊണ്ട് സ്വിച്ചിട്ടു, സോപ്പ് കൂട്ടി അടച്ചില്ല. ഇതൊക്കെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞ കോസ്മെറ്റിക്സ് വാങ്ങിയോ? ഓ, ഞാനതങ്ങ് മറന്നു. നീ ഇങ്ങനെ മറന്നു നടന്നോ? കുറ്റം പറയാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. കൂടുതൽ ചലക്കണ്ട. കോസ്മെറ്റിക്സ് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് പറയുന്ന പറച്ചില് കേട്ടില്ലേ? കാലിൽ പിടിച്ച് വലിച്ചിടാൻ എനിക്ക് തോന്നുന്നത്. ഓഹോ ഓഹോ, തന്റെ മോളും കൂടി അനുഭവിച്ചോ? മമ്മി എന്ന ഡാഡി ഇങ്ങോട്ട് കേൾക്കുന്ന വരും. അത് പിന്നെ വലിയ അലമ്പാവും, പറഞ്ഞേക്കാം. എന്റെ വേണി ഒന്ന് പതുക്കെ പറ. കേട്ടോണ്ട് വന്ന അലമ്പല്ല വലിയ. ജോലി കഴിഞ്ഞ് തളർന്ന് വീട്ടിൽ വരുമ്പോ കണ്ട ഭാവം പോലും നടിക്കാതെ ടിവിയിൽ നോക്കി വേരിറങ്ങിയിരിക്കുന്നത് ശരിയാണോ സാർ? ഇത്തരം പഴഞ്ചൻ ആചാരങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഭാര്യ അടിമയൊന്നുമല്ല എണീറ്റ് കുമ്പിട്ട് നിൽക്കാൻ. സ്ത്രീക്കും പുരുഷനും തുല്യ നീതി, തുല്യ സ്ഥാനം. 21ാം നൂറ്റാണ്ടിലേക്കാണ് നിന്നെ ഞാൻ ക്ഷണിക്കുന്നത്. എന്റെ പട്ടി വരും. നിലത്തേക്കടി അഹങ്കാരി. എന്ന് നീ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി എന്റെ നാശം. എന്റെ പൊന്നെ, നീയുള്ള ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുക. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് പകരം ഞാൻ എന്താ തരിക? ഒരു ചുടുചുംബനം. സാന്ദ്ര, ഞാനൊരു സാഹിത്യം പറയട്ടെ. നിന്റെ അതരത്തിലെ പ്രണയ ചഷകം നുകർന്നുകൊണ്ടേയിരിക്കാൻ നൂറ്റാണ്ടുകൾ ദൈവം എനിക്ക് കനിഞ്ഞു നൽകിയെങ്കിൽ. അഭി, നീ നന്നാവില്ല. അഭിയല്ല, അഭിഷേക്. ശരിക്കും ഒരു ഭാര്യ എന്തെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ശരിയാ, നീ ഒരു ഭാര്യയാണെങ്കിലല്ലേ തിരിച്ചറിയാൻ കഴിയൂ. നീ ഒരു ഭാര്യയല്ലല്ലോ. പക്വത തൊട്ടു തീണ്ടാത്ത നീ ഒരു ഭർത്താവാണോ? എന്റെ ഗതികേട് നിന്നെ പോലെ ഒരുത്തന്റെ ഭാര്യയാകേണ്ടി വന്നതിൽ. ഞാൻ ഭാഗ്യവതിയാണ്. ഈ ജന്മവും ഇനി വരുന്ന ജന്മങ്ങളെല്ലാം ഞാൻ അഭിയുടേത് മാത്രമായിരിക്കണേന്നാ എന്റെ പ്രാർത്ഥന. അഭി, നിന്റെ പ്രണയോത്സവത്തിന് ഞാൻ എന്താണ് പകരം നൽകേണ്ടത്? ഡിവോഴ്സ്. അതിൽ കുറഞ്ഞ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബന്ധങ്ങൾ പറിച്ചു കളയാൻ എളുപ്പമാണ്, പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടി വരും. ആഹ്ലാദകരമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങുക. അപ്പോൾ കുറച്ച് റിലാക്സ് ആവാൻ കഴിയും. നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലേ? എന്താ? അല്ല, ഈ ആഹ്ലാദകരമായ നിമിഷങ്ങൾ ബെഡ്റൂമിൽ, ബീച്ചിൽ, അല്ലെങ്കിൽ ഹണിമൂൺ ട്രിപ്പ്, ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒന്നിച്ചുള്ള യാത്ര. ഓ, അതൊക്കെ ഇനി ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്ത് കാര്യം? കാര്യമുണ്ട്. ആഹ്ലാദകരമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോ യു മീൻ സെക്സ്? ഓ, അതൊക്കെ ഒരു മുറുക്കിലില്ലാമ സംഭവിച്ചു പോകുന്നല്ലേ. അതുമാത്രമല്ലല്ലോ ജീവിതം. അതെ, എനിക്കും അതേ പറയാനുള്ളൂ. അതുമാത്രമല്ലല്ലോ ജീവിതം. മാന്യത നടിച്ച് നടക്കുന്നവർ സ്ത്രീ അതിനു വേണ്ടി മാത്രമുള്ളതാന്ന് കരുതുന്നു. പറയുന്ന കേട്ടാത്തോന്നും ഞാൻ അവളുടെ പുറകെ നടക്കുകയാണെന്ന്. താല്പര്യം കൂടുതൽ ആർക്കാണെന്നൊന്നും ഇവിടെ വെച്ച് ഞാനൊന്നും പറയുന്നില്ല.
നാണമില്ലാത്ത മനുഷ്യൻ. മതി മതി, ഈ കുടുംബ ബന്ധമെന്നൊക്കെ. സർ, ഒരാൾ അർജന്റ് ആണെന്ന് പറഞ്ഞു നിൽക്കുന്നു. അതാരാ? വരാൻ പറയൂ. ആ, മനോഹര സാറോ? നമസ്കാരം സാർ. എന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു സാർ. കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും തിരികെ വന്ന അവളുടെ മനസ്സ് എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞു. മറ്റൊരാളുടെ കൂടെ പോയിട്ട് തിരികെ വന്ന ഭാര്യ സ്വീകരിച്ചത് മഹാപാതകമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഒരുപക്ഷെ സാറും അങ്ങനെ കരുതിയേക്കാം. ഒരിക്കലുമില്ല സർ, നിങ്ങളൊരു ത്യാഗസമ്പന്നനാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടവരാണ്. സ്നേഹിച്ചുപോയി. അവളെ കൈവിടാൻ മനസ്സനുവദിക്കുന്നില്ല സർ. ഡിവോഴ്സിന് വന്നായിരിക്കും അല്ലേ? എന്നേക്കാൾ വലിയ പ്രശ്നമാണ് നിങ്ങളുടേതെന്ന് ഞാൻ കരുതുന്നില്ല. പിരിഞ്ഞോളൂ, എടുത്തേട്ടം വേണ്ട. നന്നായി ചിന്തിക്ക്. ജീവിതം വെച്ചുള്ള കളിയാ. ശരി, പോട്ടെ സാർ. എന്നാ ശരി. ആ പോയ മനുഷ്യന്റെ മനസ്സിനെ നമ്മൾ നമിക്കണം. അദ്ദേഹവുമായി തട്ടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒന്നുമില്ല. ബന്ധങ്ങൾ ശാശ്വതമാകാൻ വിട്ടുവീഴ്ച അത്യാവശ്യമാണ്. പൊട്ടിത്തെറിക്കുന്ന ഭാര്യയെ നോക്കി തെറി വിളിച്ചതുകൊണ്ട് എന്ത് കാര്യം? ദേ മനുഷ്യൻ, നിങ്ങൾ എന്റെ വാങ്ങും. ക്ഷമിക്കാൻ പഠിക്കണം. കണ്ടിട്ടെണീറ്റില്ല, ചീപ്പ് കണ്ടില്ല, സോപ്പ് കാണുന്നില്ല, ചായ കിട്ടിയില്ല. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ചായ ഇതുവരെ എടുത്തില്ലേ? അല്ല, ചായ സമയം. പിന്നെ കിച്ചണിൽ കാണും, എടുത്ത് കുടിക്കും മനുഷ്യ. അതോ ഞാനിനി അതും എടുത്ത് വായിലൊഴിച്ച് തരണോ? ഈ സുന്ദരമായ ജീവിതം ആസ്വദിക്കോ, വഴക്കെട്ട് സമയം കളയാതെ. അയ്യോ, സമയമായി. എന്റെ വൈഫ് തിരക്കും. അവളെന്നെ പിരിഞ്ഞിരിക്കാറില്ല. എപ്പോഴും അടുത്ത് ഞാൻ വേണം. പച്ചക്കറി പിന്നെ എന്റെ അമ്മായിയും അരിഞ്ഞു തരുമോ? ശരി, പിന്നെ ഒന്നുകൂടെ ആലോചിക്കേ. പിരിഞ്ഞോളൂ, എടുത്തേട്ടം വേണ്ട. നന്നായി ചിന്തിക്ക്. ജീവിതം വെച്ചുള്ള കളിയാ. പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയുള്ള ലോകത്തേക്ക് നമുക്ക് മടങ്ങാം. എന്താ, സമ്മതമല്ലേ? അങ്ങനെ അഭിഷേകും സാന്ദ്രയും ഒന്നിച്ചു. എന്റെ ദാമ്പത്യവും സുഖകരമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സർ. എനിക്ക് 18 വയസ്സായി. നേരത്തെയുള്ള ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ. സുന്ദരനായ ഭർത്താവ്, സമ്പത്ത് ഒക്കെയുണ്ട്. പക്ഷെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. കള്ളു കുടിച്ച് പലപ്പോഴും എന്നെ ഉപദ്രവിക്കാറുണ്ട്. എന്നാ അത് ഞാൻ കാര്യമാക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് പൊറുക്കാനാവില്ല. ഞാനൊരു 100 തവണ പറഞ്ഞു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, പക്ഷെ പറ്റുന്നില്ല. അല്ല, ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. അയാൾക്ക് ഭയങ്കര വായ്നാറ്റമാണ് സർ.
മനസ്സ് നിറയെ ഇപ്പോ ഡിവോഴ്സിനെ കുറിച്ചാണ് ചിന്ത. ഡിവോഴ്സ്. ഇതാ